നെടുമങ്ങാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയിൽ അഴീക്കോട് എന്ന് പറയുന്ന സ്ഥലമാണിത്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ട്, ബസ് സ്റ്റോപ്പ്. അപ്പോൾ ഇവിടെ ആ ബസ് സ്റ്റോപ്പിന്റെ ഫ്രണ്ടിലെ വെള്ളക്കെട്ടാണിത്. അതായത് ബസ് കാത്തു നിൽക്കുന്നവർക്കൊക്കെ ഇത് വലിയ ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഗവൺമെന്റ് UPS അഴീക്കോട് ആ സ്കൂളിലേക്ക് പോകുന്ന വഴിയും ഈ ബസ് സ്റ്റോപ്പിന്റെ നേരെ ഓപ്പോസിറ്റുള്ള വഴിയാണ്. ആ സ്കൂളിലേക്ക് പോകാൻ കുട്ടികളൊക്കെ വരുമ്പോൾ ഇവിടെ മഴ പെയ്ത് ഈ വെള്ളക്കെട്ട് കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണ്. ചേട്ടാ, ഇത് കുട്ടികളെയും വലിയ രീതിയിൽ ബാധിക്കും, യാത്രക്കാരെയും ബാധിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബസ് സ്റ്റോപ്പാണ്. ഇവിടെ അരുവിക്കര പഞ്ചായത്തിലെ ഏക UPS സ്കൂളാണ്. ഇവിടുത്തെ ഈ കുട്ടികൾ 150 പരം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ ഇതുവഴി ഇവിടെ ഇറങ്ങി ഇങ്ങനെ പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് കാലം കൊണ്ട് ഇത് പറഞ്ഞിട്ട് ഒരു പരിഹാരമില്ല. എന്തെങ്കിലും ഒരു പരിഹാരം അതിന് കണ്ടേ മതിയാവും. നിങ്ങൾക്ക് എന്ത് തോന്നി? വെള്ളം പോകത്തിന്റെ പ്രശ്നം പരിഹാരം വെച്ച് കഴിഞ്ഞാൽ ഇത് ഓടയില്ല, ശരിക്കുള്ള ഓടയില്ല. രണ്ട് സൈഡും ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ റോഡിൽ നടുക്ക് ഇങ്ങനെ ഇത് എന്നിട്ട് സൈഡ് രണ്ടിടവും വെള്ളം കിടക്കണം. അപ്പോൾ ഓട ക്ലിയർ ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് അവിടെ എല്ലാം അടഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതാണ് അപ്പുറ സൈഡാണ് ഓട. അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് ഇതായാലും അതിന് ബുദ്ധിമുട്ട് മാറുള്ളൂ. ബസ് പറഞ്ഞാൽ ഇനി അങ്ങ് വഹിക്കണം, അല്ല ഇവിടെ നിന്ന് ഇനി വെള്ളമൊക്കെ ഫുള്ള് ദേഹത്താകും. ബസ് വണ്ടികളൊക്കെ ബസ് ഇറങ്ങുമ്പോഴും ഈ പ്രശ്നമുണ്ടല്ലേ? അതെ, ഈ പ്രശ്നമുണ്ട്. മാറിയിക്കേണ്ടി വരും. പിന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വെള്ളമൊക്കെ ദേഹത്തുനിന്ന് അടിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. രണ്ട് സൈഡിലും ഒരുപോലെ വെള്ളമാണ്. ബസ് നിർത്തിയാൽ എങ്ങനെ പോയാലും വെള്ളത്തിൽ നനയും. ഒന്നീ ബസ് അങ്ങ് നിർത്തും അല്ലെങ്കിൽ ഇങ്ങ് നിർത്തും. നടക്കണം തോരാൻ. സ്കൂളിൽ പോകുമ്പോൾ ഭയങ്കര പാടാണ്. ബസ്സൊക്കെ വെള്ളത്തിലേക്ക് അടിച്ചേർപ്പിച്ചുകൊണ്ട് പോകണം. സ്കൂളിലെ പാൻറ്റിലും അതിലൊക്കെ അങ്ങനത്തെ വിഷയങ്ങളുണ്ട്. വെള്ളം ഭയങ്കര പ്രശ്നമാണ്. അത് വണ്ടിക്കാർക്കും ആൾക്കാർക്കും എല്ലാം ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ അതുവഴി പോകുന്ന വണ്ടി വെള്ളം കയറാതെ നടുക്കൂടെ പോകും. അതുപോലെ പിന്നെ വരുന്നവർക്ക് പ്രശ്നമാണ്. ഒരപ്പുറത്തിറങ്ങണം. എനിക്ക് ആൾക്കാർക്ക് ഇങ്ങോട്ട് കിടക്കണമെങ്കിൽ അങ്ങനെ ഇറങ്ങി തിരിഞ്ഞു വരണം. ബസ് സ്റ്റോപ്പാണ്. ആ സൈഡിൽ കൂടി പോകാൻ പറ്റില്ലല്ലോ. അവിടെയും വെള്ളമില്ല, ഇവിടെ ഓടയില്ല. ഇത് കുറേ കാലം കൊണ്ട് ഇങ്ങനെ. എന്തായാലും ഒരു അടിയന്തര പരിഹാരം ഇവിടെ വേണമെന്നുള്ളൊരാവശ്യം നാട്ടുകാരും ഉന്നയിക്കുന്നുണ്ട്.